ഇവിടുന്ന് പോയതിനെക്കാട്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇച്ചിരി ഗ്ലാമർ വന്നിട്ടുണ്ട്. നമസ്കാരം. കൊട്ടാരക്കര മീഡിയ നിൽക്കുന്നത് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിലാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഇവിടെ ഈ പെട്ടിക്കടയിൽ വ്യാപാരം നടത്തി വന്ന ഉദയകുമാർ ചേട്ടൻ്റെ കഴിഞ്ഞ 100 ദിവസം എങ്ങനെയായിരുന്നു, അദ്ദേഹം എവിടെയായിരുന്നു, ഒരു ജീവിത സത്യത്തിലേക്ക് കൊട്ടാരക്കര മീഡിയ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ തന്നെയാണ് വന്ന് കൂട്ടിക്കൊണ്ട് പോയത്. അദ്ദേഹത്തിന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ശേഷിയില്ലാത്ത വണ്ണം ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ബെഞ്ചിൽ ദിവസങ്ങളായി അവശനായി കിടന്നുപോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ വളരെ ദയനീയമെന്ന് കണ്ടിട്ട് അദ്ദേഹത്തെ ഞാൻ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അദ്ദേഹത്തിന് നിവർന്നിരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒക്കാത്ത നിലയ്ക്ക് ശാരീരികമായി അവശനായിരുന്നു. അദ്ദേഹത്തെ ഏറ്റെടുത്ത് കലയൊരു ആശ്രയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ കാലിലെ വലിയൊരു വ്രണമായിരുന്നു. വ്രണം എന്ന് പറയുമ്പോൾ മാംസം പേശികൾ അസ്ഥിയിൽ നിന്ന് അടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമാരകമായ പുഴുക്കളൊക്കെ, ജീവനുള്ള പുഴുക്കളൊക്കെ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഞാനും അദ്ദേഹം കൂടെ ഓട്ടോറിക്ഷയിൽ പോയി കരയെടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ആ മുറിവൊക്കെ വെച്ച് കെട്ടി തുടർ ചികിത്സയ്ക്കായിട്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ദീർഘനാൾ ഈ 100 ദിവസത്തിൽ ഒരു 90 ദിവസവും അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ മുറിവുകളെല്ലാം കരിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം കാലിൽ നിൽക്കത്തക്ക ഒരു ത്രാണി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു വഴിപാണിഭ കച്ചവടം, അതായത് ചെറിയ ചീപ്പും കണ്ണാടിയും സ്ലൈഡും പിന്നും ഇങ്ങനെയുള്ള കൺവെൻഷൻ ശാന്ത തുടങ്ങിയ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെറ്റുകൊണ്ടിരുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം. വർഷങ്ങളായിട്ട് ഇവിടെ ഉദയകുമാർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ അറിയാൻ മേലാത്ത കൊട്ടാരക്കരയിലല്ല, കൊട്ടാരക്കരക്കാർക്ക് മുഴുവൻ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളാണുള്ളത്. പെൺമക്കളെയൊക്കെ അദ്ദേഹം ഈ ചെറിയ കച്ചവടം കൊണ്ട് തന്നെ അദ്ദേഹം ബിഫാം വരെ ഒരു മകളെ പഠിപ്പിച്ചു, ഒരു മകളെ BSc വരെ പഠിപ്പിച്ചു. 2 പേരെയും നന്നായിട്ട് വിവാഹം കഴിപ്പിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഇതെല്ലാം ചെയ്തു. ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുണ്ടായ പ്രയാസങ്ങളും മാനസികമായിട്ടുണ്ടായ എന്തൊക്കെ വേദനകളും ഒക്കെ അദ്ദേഹത്തെ ശാരീരികമായി മാനസികമായി തളർത്തിക്കളഞ്ഞിരുന്നു. അദ്ദേഹത്തെ അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ഇപ്പോഴേ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന, ഞാൻ എവിടെ നിന്ന് അദ്ദേഹത്തെ ഏറ്റെടുത്തുവോ അവിടെ തന്നെ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ട് പ്രവേശിപ്പിക്കുന്നു. അദ്ദേഹത്തിന് പണ്ടുണ്ടായിരുന്ന കച്ചവടം തന്നെ വീണ്ടും ഇന്ന് 1 എന്ന നിലയ്ക്ക് തുടങ്ങുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായിട്ടുള്ള ആ വഴിവാണിഭ കച്ചവടം അദ്ദേഹം ഇന്ന് മുതൽ പുനരാരംഭിക്കുകയാണ്. അവർ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അദ്ദേഹം വണ്ടിയിലിരിപ്പുണ്ട്. അവിടെ ഉദയകുമാർ എന്ന പേര്. എൻ്റെ സമപ്രായമാണ്. എനിക്കും 63 വയസ്സ്, അദ്ദേഹത്തിനും 63 വയസ്സാണ്. അതെ. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ കാണുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്, ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോഴും അദ്ദേഹത്തിൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുക. ഞാൻ വിചാരിച്ചു 3 മാസമൊറ്റ അദ്ദേഹത്തിനായിരിക്കും. പിന്നെ ഞാൻ എന്നെ കൈ കൊണ്ട് പോയപ്പോൾ മാസമല്ല, ഒരു കുപ്പിയിലാണ് കൈ തട്ടിയത്. ആ കുപ്പി എടുത്തപ്പോഴേ ഒരു കുപ്പി മദ്യമാണ്. എൻ്റെ പേരെനിക്ക് പറഞ്ഞൂടാ. കട്ടൻ ചായയുടെ നിറമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ പോക്കറ്റ് നിറച്ച് ബീഡിയും കവറുകളുമായിരുന്നു. ഇപ്പോഴേ 100 ദിവസം ആ പ്രസ്ഥാനത്തിൽ ഞങ്ങളോടൊപ്പം താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയൊരു പരിവർത്തനം ഉണ്ടായി. അദ്ദേഹത്തിന് ഇനി ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൂടി അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് സന്തോഷ വാർത്ത. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനി മുന്നോട്ട് വിജയകരമായി തീരും. അദ്ദേഹത്തിന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകുകയില്ല. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും തളർച്ചയുടെ ഭാഗമുണ്ടെങ്കിൽ താങ്ങാൻ ആശ്രയ പ്രസ്ഥാനം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കച്ചവടം വിപുലപ്പെടുത്തുന്നതിനും ആശ്രയ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിരുന്നു. ഒരു ഓർഫനേജായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെയധികം സ്നേഹവും 4 നേരം ഭക്ഷണവും എനിക്ക് ആവശ്യത്തിനുള്ള ചികിത്സയും ഒരു പ്രത്യേക രീതിയിൽ തന്നെ ജോസേട്ടൻ എനിക്ക് അവിടുത്തെ സ്റ്റാഫുകളും എല്ലാം വളരെ നല്ല പെരുമാറ്റമായിരുന്നു. എനിക്ക് ഒരു കുറ്റം പറയണമെന്ന് തോന്നുന്നു, പക്ഷേ ഇല്ല പറയാൻ. പിന്നെ എൻ്റെ ഒത്ത പാർട്ടായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ഇതായിരുന്നു. വീട്ടിലൊന്നും നടക്കാനൊന്നും വയ്യാത്ത ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ജോസേട്ടൻ എന്നെ കാണുകയും അദ്ദേഹം പറഞ്ഞെന്താ ഇരിക്കുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാനും ഒന്നും വയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പുനർജന്മമാണിത്. അപ്പം ആ രീതിയിൽ
ഞാൻ പിന്നെ എൻ്റെ തോന്നലായിരിക്കും മരിച്ചു പോകുന്നവരെ ആ അവസ്ഥ വരെ ആയി. മനസ്സിലായി. പിന്നെ അദ്ദേഹം വന്ന ദൈവദൂതനെ പോലെ അദ്ദേഹം വന്നു. അത് എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് കാല് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉടനെ വണ്ടി വിളിച്ചു. എന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ കൊണ്ടുപോയി. വളരെ നല്ല ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വില കൂട്ടിയ മരുന്നുകളും പിന്നെ നല്ല മെത്തയും തലയിണയും വിരിപ്പും പുതപ്പും പിന്നെ ഡ്രസ്സുകളും എല്ലാം അദ്ദേഹം തന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി കുറച്ച് ദിവസം കിടന്നാലോ ഒന്ന് ആലോചിക്കും. പുകവലിയോ മദ്യപാനമോ അതെല്ലാം എന്നെ ഇത്രയധികം നശിപ്പിച്ചത്. ഇനി അതിനൊന്നും തുടരരുത്, ആ വഴിക്കൊന്നും പോകരുത് എന്നൊക്കെ എന്നെ നല്ല അഡ്വൈസാണ് എനിക്ക് തന്നത്. കാരണം നമ്മുടെ ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുന്നത് പോലെ വളരെ ഇതായിട്ട് പിന്നെ അവിടുന്ന് വാഹനമൊക്കെ തന്നു. പിന്നെ ഇടയ്ക്ക് ഒരു മരണത്തിനും ഈ ആംബുലൻസിൽ കൊണ്ടുപോയി. ബന്ധുവില്ല ഒരു മരണത്തിന് കൊണ്ടുപോയി. അങ്ങനെ ഒട്ടേറെ ഉപകാരങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിനും ഉപരി. ഇത് നമ്മളൊക്കെ വിചാരിക്കും പിന്നെ ഒരു അനാഥ മന്ദിരമാണ്. സത്യത്തിൽ അനാഥ മന്ദിരം അല്ല, അത് എല്ലാവരും ഉള്ളതാണ്. കാരണം സഹപ്രവർത്തകരും എല്ലാം നല്ല പെരുമാറ്റവും ഇതൊക്കെയാണ്. മദ്യപിക്കുകയും ചെയ്യരുത്. ഇല്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യം. അദ്ദേഹത്തിന് കലയപുരത്ത് വന്ന് വൈകിട്ട് തങ്ങുകയും രാവിലെ കച്ചവടത്തിനായി തിരിച്ചു വരികയും ചെയ്യാം. ഇവിടെ 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതെ, ഡെയിലി കലയപുരത്ത് വന്ന് പോയി കച്ചവടം ചെയ്യാം. കലയപുരത്ത് തന്നെ താമസിക്കാം, ആഹാരമൊക്കെ അവിടെ തന്നെ കഴിക്കാം. ഇനി ബസ് സ്റ്റാൻഡിലും ബെഞ്ചിലും കിടന്ന് ഉറങ്ങരുത്. ഇനി ഉറങ്ങാൻ നമുക്ക് സ്വന്തം വീട് കലയൂർ ആശ്രയ. ദിവസവും ബിസിനസ് മാത്രം, പകൽ സമയമെല്ലാം ഇവിടെ. രാത്രി ഉറങ്ങുന്നത് കലയപുരത്ത് ആശ്രയയിൽ. അവിടുന്ന് രാവിലെ ഇങ്ങോട്ട് വണ്ടി, കലയപുരത്ത് നിന്ന് കൊട്ടാര വണ്ടിയുണ്ട്, ആശ്രയയുടെ തന്നെ വണ്ടിയുണ്ട്. അതിലിവിടെ ഇറങ്ങി നമുക്ക് കട തുറക്കാം. വൈകിട്ട് 7 മണിക്ക് ഒരു കച്ചവടം കാണുമോ? അതെ, വെളിച്ചം ഉള്ളത് വരെ. അതെ, ഒരു 7 മണി വരെയെങ്കിലും കച്ചവടം ഉണ്ടാകും. അപ്പോഴേന്നേരം കച്ചവടം കഴിഞ്ഞിട്ട് രാത്രി ആഹാരം അങ്ങ് വന്ന് കഴിക്കണം കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ഒരു കുടുംബ വീട് പോലെ തന്നെ കണക്കാക്കുക, സ്വന്തം കുടുംബം. 100 ദിവസത്തെ ആശ്രയിലെ ജീവിതത്തിന് ശേഷം അദ്ദേഹം വളരെ ഹാപ്പിയായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ ഉദുമേറേട്ടൻ. വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയ പെട്ടിക്കട തുറന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം ആശ്രയിലെ ജീവിതവും തുടർന്ന് ഇനി എന്താണ് എന്നുള്ളത്. ഉദുമേറേട്ടൻ നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? സാക്ഷാൽ ജോസേട്ടൻ്റെ കൂടെ, ജോസേട്ടൻ നിങ്ങൾ വിളിക്കുന്ന സാക്ഷാൽ കലവരം ജോസാറിൻ്റെ കൂടെ നിങ്ങൾ 100 ദിവസം ആശ്രയ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ സമയത്ത് തോന്നുന്നത്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ദൈവം ഉണ്ടെന്നും ദൈവത്തിൻ്റെ രൂപത്തിൽ നമ്മളെ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടെന്നും എനിക്ക് വളരെ ഇതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി. ഇത് കൂടാതെ ഇപ്പം ഈ 100 ദിവസത്തെ ഈ ഒരു ചികിത്സ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് കൂടാതെ ഇനിയും നിങ്ങൾക്ക് ഈ അന്തി ഉറങ്ങാൻ ബസ് സ്റ്റാൻഡിൽ കിടക്കണ്ട, ബെഞ്ചുകളിൽ കിടക്കാൻ പറ്റില്ല. കലയോരം ആശ്രയം തന്നെ അതിനൊരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. എന്താണ് അതിനുള്ളൊരു തോന്നുന്നത്? എന്താണ് തോന്നുന്നത്? എൻ്റെ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇത്രയും നല്ല മനുഷ്യരുമായിട്ടൊക്കെ സഹകരിക്കാൻ പറ്റിയത് തന്നെ അസറ്റായിട്ട് തോന്നുന്നു. വളരെ നേട്ടമാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടാനും അദ്ദേഹം എന്നെ കൊണ്ടുപോകാനും ഒരു ആഫും പകുതിയോളം ഭരിച്ച ഒരു മനുഷ്യനെ ഈ രീതിയിലാക്കിയതിനകത്ത് എനിക്ക് സംസാരിക്കാൻ പോലും വയ്യായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പോലും വയ്യായിരുന്നു. ആ കണ്ടീഷനിലായിരുന്നു. അങ്ങനെ വളരെയേറെ അവരെല്ലാം കഷ്ടപ്പെട്ടു. വളരെ വില കൂടിയ മരുന്നുകളൊക്കെ വാങ്ങിച്ചു തന്നു. 33,200 രൂപ വിലയുള്ള പൊടി മരുന്നാണ് കടോമർ എന്ന് പറയുന്ന ആ മരുന്നാണ് എൻ്റെ മുറിവിനൊക്കെ ഇട്ടത്. പിന്നെ 60 രൂപ 70 രൂപയൊക്കെയുള്ള ടാബ്ലറ്റുകളൊക്കെയാണ് തന്നത്. എനിക്ക് യാതൊരു ഇതുമായിട്ടില്ല. എൻ്റെ വീട്ടിൽ പോലും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ പോലും പിന്നെ സഹായിക്കാത്ത രീതിയിലാണ് ജോസേട്ടൻ ഇതാക്കിയത്. എനിക്ക് മാത്രമല്ല, അവിടെ ഒരുപാട് പേരെ ഇതുപോലെ സംരക്ഷിക്കുന്നു.
ജഗദീശ്വരന് എല്ലാവിധ ദീർഘായുസ്സും ഐശ്വര്യങ്ങളും കലവൂർ ജോസേട്ടന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മീഡിയക്കാർക്കെല്ലാം നന്ദി, നമസ്കാരം. എല്ലാവർക്കും മേൽക്കുമേൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ. നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. ഹാപ്പി അഡ്വാൻസ് ഓണം. ചേട്ടൻ്റെ സുഹൃത്ത് സാക്ഷാൽ ഉദയകുമാരേട്ടൻ 100 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തൻ്റെ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു സുഹൃത്ത് നിലയ്ക്ക് എന്തായിരിക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്? പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കരേവരം ജോസേട്ടൻ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ആൾ ഇപ്പം കാണത്തില്ലായിരുന്നു. കാര്യം അത്രയ്ക്ക് അബോധവശമല്ല. ഈ നമ്മളാരും പറഞ്ഞാലും അയാൾ കേൾക്കൂല. ആ അവസ്ഥയിലാണ് ഇങ്ങനെ വിടും. നമ്മൾ എന്തെങ്കിലും ഗുണം വെച്ചാൽ അയാൾ കേൾക്കൂല. അപ്പം അത് മാറ്റിയെടുത്തെന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെ. ഞാൻ തന്നെ ഇവിടെ വെച്ച് മദ്യപിക്കരുത്, പോവലിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും കേൾക്കൂല. അപ്പോൾ ഈ വ്രണം ഇങ്ങനെ എനിക്ക് ആശുപത്രിയിൽ പോടാന്ന് പറഞ്ഞാലും ശരി തന്നെ പോവില്ല. ഇപ്പോൾ ആ ജോസ് ചേട്ടൻ കണ്ടതുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് അതേ ജോസ് ചേട്ടന് വളരെ നന്ദി. കാര്യം ഞാനൊരു ആത്മാർത്ഥ കൂട്ടുകാരനാണ്. പറഞ്ഞാൽ കേൾക്കാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനും. ഇപ്പം ജോസ് ചേട്ടൻ കണ്ടുകൊണ്ട് അയാൾ ജീവനോട് ഇരിക്കുന്നു. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ഇത്രയും ഒരു ചികിത്സ ആരും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ആ സ്ഥാപനം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഈ പ്രസ്ഥാനം എന്നും നന്നായി വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലഹരി പൂർണ്ണമായി ഉപേക്ഷിച്ച് 100 ദിവസത്തെ ആശ്രയ ജീവിതത്തിന് ശേഷം തിരികെ എത്തിയ ഉദയകുമാരേട്ടൻ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ലഹരി ഉപയോഗിക്കില്ല, എൻ്റെ കട മേൽക്കുമേൽ ഉയർന്നു വരണം. അത് ഞാൻ സാക്ഷാൽ കരേവരം ജോസ് എന്ന വ്യക്തിക്ക് കൊടുത്ത വാക്കാണ്. അത് ഞാൻ തീർച്ചയായിട്ടും പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉദയകുമാരേട്ടൻ നമുക്ക് ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം അരുൺ, കൊട്ടാരക്കര മീഡിയ.